ആ കൊടും കുറ്റവാളി, കൊടും കൊലയാളി ചെന്താമരയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്നലെ ഏറെ ആശ്വാസകരമായി വൈകുന്നേരം രാത്രിയിൽ അയാൾ പിടിയിലാകുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. ഈ കൊടും കുറ്റവാളിക്കെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കൂസലുമില്ലാതെയാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നത് എന്നാണ്. ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ട് കുറ്റബോധത്തിന്റെ തരിമ്പ് പോലും അയാളുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നില്ല. വളരെ കൂളായി അയാൾ മൊഴി നൽകുകയാണ്. എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. അതൊരു അബദ്ധത്തിൽ സംഭവിച്ച കൊലപാതകമായിരുന്നു. ഞാൻ വഴിയിലൂടെ നടന്നുപോയപ്പോൾ, വടിവാളുമായി നടന്നുപോയപ്പോൾ സ്കൂട്ടറിൽ സുധാകരൻ എന്നെ ഇടിക്കാൻ വന്നു. ആ സമയം ഈ വടിവാൾ അബദ്ധത്തിൽ അയാളുടെ കഴുത്തിലേക്ക് വീണു. അപ്പോൾ സുധാകരൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പിന്നെ ഞാനങ്ങ് വെട്ടിക്കൊല്ലുകയായിരുന്നു. അത് തടയാൻ വന്നപ്പോൾ ലക്ഷ്മിയെയും ഞാൻ വെട്ടിക്കൊന്നു എന്ന രീതിയിൽ ഒരു കഥ പറയും പോലെ അയാൾ ആ മൊഴി നൽകുകയായിരുന്നു. എങ്ങനെയാണ് അവിടെ സംഭവിച്ചതെന്ന് ഒരു കുറ്റബോധവും ഇല്ലാതെ ഒരു കൊടും കൊലയാളി അയാൾ ചെയ്ത കൃത്യം ഓർത്തെടുക്കുന്നതാണ് ഇന്നലെ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 6 പേരെ കൊലപ്പെടുത്താനായിരുന്നു അത്രേ ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. നോക്കൂ, എത്ര വലിയൊരു അപകടമാണ് ഒഴിവായത്, എത്ര വലിയൊരു ആശ്വാസമാണ് നാടിനുണ്ടായത്. അവിടെ പോലീസിന് ചില വീഴ്ചകൾ സംഭവിച്ചു എന്നത് നമ്മുടെ മുൻപിലുണ്ട്. ഇയാളുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചപ്പോഴുള്ള സംഭവങ്ങളിൽ അതിൻ്റെ പേരിൽ SHOയെ സസ്പെൻഡ് ചെയ്ത് വകുപ്പ് തല നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ആഭ്യന്തര വകുപ്പ് ശക്തമായ മറ്റു നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇന്ന് ഇയാളെ ആലത്തൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കും. ആലത്തൂർ DYSP ഓഫീസിലേക്കാണ് ഇയാളെ മാറ്റിയിരിക്കുന്നത്. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. ഒപ്പം തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ് നമ്മളോടൊപ്പം. സച്ചിനൊന്നും വിശ്രമമില്ലാതെ ജോലിയെടുക്കുകയാണ് അവിടെ. കാരണം മിനിഞ്ഞാന്ന് മുതൽ പോലീസ് അടക്കം ഈ കൊലപാതകിയുടെ പുറകെ പോയ സമയത്ത് മാധ്യമ സുഹൃത്തുക്കൾ ഈ ജോലി തുടങ്ങിയതാണ്. സച്ചിനൊക്കെ ഇന്നലെ ആ തെരച്ചിലിന്റെ ഓരോ മിനിറ്റും അപ്ഡേഷനുമായി പ്രേക്ഷകരോടൊപ്പം ഉണ്ടായിരുന്നു. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ആ ഒരു ക്ഷീണമൊക്കെ കാണാനുണ്ട് കഴിഞ്ഞ 2 ദിവസത്തെ അലച്ചിലിന്റെ. സാരമില്ല, ഒരു വലിയ ആശ്വാസത്തിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു കൊടും കൊലയാളിയെ പിടിക്കാൻ കഴിഞ്ഞതിന്റെ വലിയ ആശ്വാസം ഈ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അയാളെപ്പോൾ ആലത്തൂർ DYSP ഓഫീസിലേക്ക് മാറ്റിയിരിക്കുന്നു അല്ലേ? എപ്പോഴേക്ക് കോടതിയിലേക്ക് കൊണ്ടുപോകും? കോടതി തുറക്കുന്ന ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇയാളെ ഹാജരാക്കുമോ മജിസ്ട്രേറ്റിന് മുന്നിൽ? മനു, ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് കൊടും കുറ്റവാളിയായിട്ടുള്ള ചെന്താമരയെ നെന്മാറ സ്റ്റേഷനിൽ നിന്നും ആലത്തൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. DYSPയുടെ ഓഫീസിലാണ് ഇപ്പോൾ, ആലത്തൂരിലെ DYSPയുടെ ഓഫീസിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത്. ഇന്നലെ രാത്രി 2:30 അതായത് ഇന്നലെ പുലർച്ചെ 2:30 പോലീസ് സംഘം സുരക്ഷ ഒരുക്കിക്കൊണ്ട് പ്രതി ചെന്താമരയെ ഈ ആലത്തൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ന് പാലക്കാട് SP അജിത് കുമാർ മാധ്യമങ്ങളെ കാണും. അതിനുശേഷമാണ് കോടതിയിൽ എത്ര മണിക്കാണ് ഹാജരാക്കുക, സമയം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പാലക്കാട് SP വിശദീകരിക്കുമെന്നാണ് ഇന്നലെ തന്നെ DYSP മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് പ്രതിയെ പോലീസ് രഹസ്യമായ രീതിയിൽ തന്നെ പിടികൂടിയിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റ് മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ സമീപ പ്രദേശവാസികളെയോ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിൽ പോലീസിൻ്റെ കൃത്യമായ അന്വേഷണം, പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് കൊടും കുറ്റവാളി ചെന്താമരൻ വലയിലായിരിക്കുന്നത്. സമീപത്തെ മലനിരകളിൽ ഒളിവിൽ കഴിയവേ ഭക്ഷണത്തിനായി പുറത്തേക്ക് വന്നപ്പോഴാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇന്ന് അല്പസമയത്തിനകം പാലക്കാട് SP ഈ ആലത്തൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദീകരിക്കുമെന്നാണ് DYSP മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നാടിനെ നടുക്കിയ ഒരു കൊലപാതകിയെ തന്നെയാണ് പോലീസ് ലോക്കപ്പിൽ ഇന്നലെ അടച്ചിട്ടുള്ളത്. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്ന സമയത്ത് പോലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ പഴുതടച്ച രീതിയിൽ പ്രതിയെ കൃത്യമായി കെണിയിലാക്കാൻ വേണ്ടി പോലീസിന് സാധിച്ചിരിക്കുകയാണ്. അത് പോലീസിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട മികവ് തന്നെയാണ്. കാരണം ഇന്നലെ രാത്രി 10 മണിയോടുകൂടെ കൃത്യമായി പോലീസ് പ്രതിയെ പിടികൂടുന്നു. സമീപത്തെ പാടത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടുന്നത്. അതിനുശേഷം പ്രതിയെ ഈ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് പോലീസ് പ്രതിയുടെ ഫോട്ടോ അടക്കം എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്നാണ് പോലീസ് മറ്റൊരു സ്വകാര്യ വാഹനത്തിലേക്ക്
പ്രതിയുമായി പാലക്കാട് നെന്മാറ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് പ്രാഥമികമായ മെഡിക്കൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് മാധ്യമങ്ങളെ അടക്കം വിവരം അറിയിക്കുന്നത്, പ്രതിയെ പിടിച്ചിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുന്നത്. അതിനുശേഷം 11:15 പ്രതിയുമായി ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷം ആ സമയത്ത് തന്നെ ആ സ്റ്റേഷന് മുന്നിൽ, നെന്മാറ സ്റ്റേഷന് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ജനരോക്ഷം, അതായത് ഈ കൊടും കുറ്റവാളിയെ ജനങ്ങൾ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ്. ഞങ്ങൾക്ക് വേണമെന്ന് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കൃത്യമായ രീതിയിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പ്രതിയെ കൃത്യമായി ലോക്കപ്പിലേക്ക്, നെന്മാറ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലേക്ക് എത്തിക്കാൻ പോലീസിന് സാധിച്ചു. പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം. കാരണം കൃത്യമായ എല്ലാവിധ പഴുതടച്ച രീതിയിലുള്ള പരിശോധനകളും അതേപോലെ തന്നെ തെരച്ചിലൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടാണ് പോലീസ് കൃത്യമായി പ്രതിയിലേക്ക് എത്തിയിട്ടുള്ളത്. മനു, തീർച്ചയായും തുനിഞ്ഞിറങ്ങിയാൽ ഏത് കൊമ്പനെയും പിടിക്കും കേരള പോലീസ്. പലവട്ടം അത് തെളിയിച്ചിട്ടുള്ളതാണ്. ഇവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുതന്നെയാണ്. സച്ചിൻ, ഇന്നലെ ഈ സംഭവം അറിഞ്ഞ നിമിഷം മുതൽ നിങ്ങളൊക്കെ അതിന്റെ പുറകിലായിരുന്നല്ലോ. ഇയാളെ അവിടുന്ന് പിടികൂടിയ നിമിഷം മുതൽ, ആദ്യ മിനിറ്റ് മുതൽ ഇതാ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയം വരെയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരുന്നു? കാരണം നാട്ടുകാരുടെയൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സ്വാഭാവികമാണ് ജനരോഷം ഉയരുന്നത്. അതിനിടയിൽ രാഷ്ട്രീയം കലർത്താൻ അവിടെയുള്ള ചില നീക്കങ്ങൾ നമ്മൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടതാണ്. അതിനെയൊക്കെ മാറ്റി നിർത്തിയേക്കുക. കാരണം അവരിപ്പോൾ അങ്ങനെയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്ത് വന്നാലും അതിൽ രാഷ്ട്രീയം കലർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കും. നമുക്കതിനെ മാറ്റി നിർത്താം. ഓരോ മിനിറ്റ് മുതൽ നമുക്ക് പറയാം ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ. കാരണം അതൊരു കഥ കേൾക്കുന്നത് പോലെ കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടാകും. അത്രയധികം ഭയപ്പെടുത്തിയ ഒരു കൊലയാളിയാണ് ഇപ്പോൾ ആ അഴികൾക്കുള്ളിൽ കിടക്കുന്നത്. മനു, കൃത്യമായ ഒരു കെണിയാണ് പോലീസ് ഇന്നലെ ഒരുക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ 7:30-8 മണിയോടുകൂടെ പോലീസ് ഒരു വിവരം മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് മാട്ടായിൽ നിന്നും ഒരു വിവരം ലഭിച്ചു. അത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ലഭിച്ച വിവരമാണ്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാട്ടായി മേഖലയിൽ പോലീസിൻ്റെയും ഒരു സൂചന നൽകി. പ്രതിയെ ഇവിടെ കണ്ടതായിട്ടുള്ള ഒരു സൂചന ആദ്യഘട്ടത്തിൽ നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ മാധ്യമങ്ങളും നാട്ടുകാരൊക്കെ ഈ പ്രദേശത്തേക്ക്, മാട്ടായി പ്രദേശത്തേക്ക് തിരച്ചിൽ ഊർജിതമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ ഒരു നിർദ്ദേശം കൂടി ലഭിച്ചതിനാൽ കൃത്യമായി മാട്ടായിൽ തന്നെ പ്രതി ഉണ്ട് എന്ന ഒരു സൂചന പോലീസ് തന്നെ നൽകിയത് കൊണ്ട് തന്നെ മാധ്യമങ്ങളടക്കം അവിടെ എത്തുകയും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ എത്തിയിരുന്നു. എന്നാൽ പോലീസ് ഇത് കൃത്യമായി ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് പിന്നീട് വ്യക്തമായിട്ടുള്ളത്. കാരണം ഈ സമയത്ത് അവിടെ നിന്നും ഡിവൈഎസ്പി അടക്കമുള്ള ഒരു പ്രത്യേക സംഘം മറ്റൊരു മേഖലയിലേക്ക് മാറുകയും അവിടെ വെച്ചാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. കാരണം ഈ പ്രതി എന്തായാലും വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം പോലീസ് മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ പോത്തുണ്ടി പ്രദേശത്ത് തന്നെ മഫ്തിയിൽ പോലീസിനെ, ഈ കൊലപാതകം നടന്ന അന്ന് മുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം ഈ പ്രതി ചെന്താമരനെ പിടികൂടിയിട്ടുള്ളത്. അതിനാൽ തന്നെ പാടത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ചെന്താമരനെ പിടികൂടിയത് എന്നാണ് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോടുകൂടി ഈ പ്രതിയെ കെണിയിലേക്ക് വീഴ്ത്തുകയായിരുന്നു. അതിനുശേഷം പ്രതിയുടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. കാരണം വീട്ടിലേക്ക് വരികയാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ പ്രതി സംഭവ സ്ഥലത്ത് നിന്നും പോലീസിനോട് പറഞ്ഞത്. കാരണം വിശപ്പ് സഹിക്കാൻ വയ്യാതെ വീട്ടിലെത്തി ഭക്ഷണം പാചകം ചെയ്യാനായിട്ടാണ് വന്നത് എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയത്. പിന്നീട് വീട്ടിലെത്തിച്ച പ്രതിയുമായി പോലീസ് ജീപ്പിൽ കയറാതെ മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ 10 മണിയോടുകൂടെ ആ സംഭവ സ്ഥലത്ത് നിന്നും പുറപ്പെടുന്നു. അതിനുശേഷം നെന്മാറ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിയെ എത്തിച്ചു. അവിടെ നിന്നും പ്രാഥമിക പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. കാരണം ഇത്തരത്തിലൊരു പരിശോധന നടത്താൻ പ്രധാനപ്പെട്ട കാരണം പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ മാധ്യമങ്ങളും അതേപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ്. അതിനാൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വീഴ്ചകളും ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ള മുൻകരുതലുകളാണ് പോലീസ് എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി. ഈ പരിശോധനയിൽ
ശരീരത്തിൽ ഒരു ചെറിയ വിരലിലോ മറ്റോ ഒരു ചെറിയ മുറിവ് മാത്രമാണ് ചെന്താമരയുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉറപ്പിച്ചു. അതിനുശേഷവും മെഡിക്കൽ പരിശോധന നെന്മാറ സ്റ്റേഷനിൽ വെച്ചും നടത്തിയിട്ടുണ്ട്. അതിനുശേഷം 11:15 കൂടിയാണ് പ്രതിയുമായി പോലീസിൻ്റെ സ്വകാര്യ വാഹനം സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അതുപോലും നാടകീയമായ രംഗങ്ങളാണ് അവിടെ ഉണ്ടായത്. കാരണം പോലീസ് ജീപ്പുകൾ സ്റ്റേഷന് മുന്നിലൂടെ വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും അവിടെ തടിച്ചുകൂടിയ ആളുകൾക്കൊക്കെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. പെട്ടെന്നാണ് ഒരു സ്വകാര്യ വാഹനം സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നു. ആ സമയത്ത് അതിൽ പ്രതിയുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. നാട്ടുകാരൊക്കെ പാഞ്ഞടുക്കുന്നു. എന്നാൽ പ്രതിയെ അപ്പോഴേക്കും നെന്മാറ സ്റ്റേഷനിലെ ലോക്കപ്പിലേക്ക് കൃത്യമായി പോലീസ് എത്തിക്കുകയായിരുന്നു. യാതൊരുവിധ പ്രതിക്ക് പരിക്കുകളൊന്നും ഏൽക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെ പരിക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ ആ ആക്ഷേപം കൂടെ പോലീസിൻ്റെ മേൽ പഴിചാരാനാണ് ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങളും അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയിലെ ആളുകളൊക്കെ ചാർത്തുക. അതിനാൽ തന്നെ അതൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയത്. അതിനുശേഷം പോലീസ് സ്റ്റേഷന് മുന്നിൽ തമ്പടിച്ച ആളുകളെയൊക്കെ പോലീസ് പുറത്തേക്ക് മാറ്റുകയും മാധ്യമപ്രവർത്തകരെ മാത്രം പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ സമയത്താണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ സമീപവാസികളും അതേപോലെ തന്നെ നാട്ടുകാരുമൊക്കെ വലിയ രീതിയിൽ ജനരോക്ഷം ഈ പ്രതിയെ കാണാനും പ്രതിയെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന രീതിയിൽ ആക്രോശിച്ചുകൊണ്ടൊക്കെ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ സമയത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് അടക്കം തകരുന്ന ഒരു സ്ഥിതിയുമാണ് ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു മോശം പ്രവണതയുണ്ടായത് പോലീസുകാരെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. കാരണം അത്തരത്തിൽ ഒരു പ്രവർത്തനം പോലീസ് പോലും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ഈ ഗേറ്റ് അടക്കം തകർത്തുകൊണ്ട് വീണ്ടും ഉള്ളിലേക്ക് കയറുന്നു. ആ സമയത്താണ് പോലീസ് പ്രതിരോധം തീർത്തത്. ലാത്തി വീശുകയും മറ്റും ചെയ്തുകൊണ്ടാണ് പോലീസ് ഇയാളെ പിടിച്ച നടപടികൾ, ഇയാളെ പിടിച്ചതിനു ശേഷമുള്ള കാര്യങ്ങളാണ് സച്ചിൻ ഇപ്പോൾ പറഞ്ഞത്. സച്ചിൻ,